ഈ FB പോസ്റ്റ് ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൽ എഴുതിയിട്ടുള്ളത് ഒരു ശരാശരി വഹാബിയുടെ ചിന്താശേഷിയാണ്. ഇതില് ജയിലിൽ നിന്ന് മോചിതനായിരിക്കുന്ന അബ്ദുറഹീമി AP ഉസ്താദിന് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ താഴെ വന്നൊരു കമന്റ് ആയിരിക്കാം ഈ പോസ്റ്റിൽ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്വീകരണം കൊടുക്കുന്ന ഉസ്താദുമാരുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെ കൊന്ന കൊലയാളിയെ ഇതുപോലെ പൂമാലിട്ട് സ്വീകരിക്കുമോ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ എഴുതിയ ആളെ പേര് സത്താർ പാലത്തുംകര എന്നുള്ള ഒരു പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. അപ്പൊ അയാളെ ഒരു ഫോട്ടോ തോന്നുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയാളും അയാൾക്കൊപ്പം ലീഗിന്റെ നേതാവ് KM ഷാജി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെങ്കിലും ഞാൻ അത്ര ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ ഇന്ന് ഞാനിത് പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഞാനിന്ന് FBയിൽ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഒരു എഴുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് 23 മണിക്കൂർ മുമ്പിട്ട ഒരു പോസ്റ്റാണ്. അതൊരു പോസ്റ്റർ ഉണ്ട്, അതിനോടനുബന്ധിച്ചൊരു എഴുത്തുണ്ട്. എന്നാലും ഞാൻ ആ എഴുത്ത് വായിക്കാം. റഹീം 20 വർഷം ജയിലിൽ കിടന്ന് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നു. ചാനലുകാരും യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയയും അദ്ദേഹത്തെ പുണ്യവാളനാക്കി ഇപ്പോഴും ആഘോഷിക്കുന്നു. റഹീം കാർഗിൽ യുദ്ധം കഴിഞ്ഞ് വന്നതല്ല, ഒരു കുട്ടിയെ കൊലപ്പെടുത്തി 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നതാണ്. അദ്ദേഹത്തിന്റെ മോചനം എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ അമിതാവേശം ഏത് കാര്യത്തിലും ദോഷം ചെയ്യും. മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന മറക്കാൻ പറ്റുന്നതല്ല. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകും. സോഷ്യൽ മീഡിയയിൽ തങ്ങന്മാരും ഉസ്താദുമാരും എല്ലാം റഹീമിന് സ്വീകരണം നൽകുമ്പോൾ ഒരു പോസ്റ്റിന് താഴെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് കുറിച്ചു. ഉസ്താദുമാരുടെ കുടുംബത്തിൽ ഇതുപോലെ സംഭവിച്ചാൽ പൂമാലിട്ട് സ്വീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇത് കാന്തപുരം സുന്നികൾ എൻ്റെ പോസ്റ്റ് ഉണ്ടാക്കി അവരുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മന്ത്രി KM ഷാജിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉപയോഗിച്ച് ഞാൻ വഹാബി ആണെന്ന് പ്രചരിപ്പിക്കുന്നു. KM ഷാജി സാഹിബിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തത് കൊണ്ട് ഞാൻ വഹാബി ആകുമോ? കാന്തപുരം സുന്നികൾക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്തത് പലതും പറഞ്ഞാൽ അപ്പോൾ തന്നെ വഹാബിയാക്കും. ഞാൻ ഒരു മുസ്ലിം ലീഗ് അനുഭാവിയാണ്, സുന്നിയുമാണ്. ഇത് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ, ആമീൻ. എന്നെ വഹാബിയാക്കുന്നവർ FB വാളിൽ ഫോട്ടോസ് നോക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇതിൽ അദ്ദേഹം പേരോട് സ്റ്റൈലൊപ്പം ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളൊപ്പം, അതുപോലെ തന്നെ റഹ്മത്തുള്ള സക്കാഫി ഇളമരം, അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞ് സക്കാഫി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒപ്പമൊക്കെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് പറയുന്നത് ഞാൻ വഹാബി അല്ല സുന്നിയാണെന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൽ അദ്ദേഹം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? AP വിഭാഗമാണ് മൂപ്പരെ ഈ രീതിയിൽ പോസ്റ്റർ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. അതിന്റെ ഒരു സത്യാവസ്ഥ പോസ്റ്റർ കണ്ട് തെറ്റിദ്ധരിച്ചവരൊക്കെ ഒന്ന് അറിയിക്കാണ്ട്, ഈ സുന്ന ഡിബേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ ഇതുമായിട്ട് AP വിഭാഗം പ്രവർത്തകർക്ക് ഒരു ബന്ധമില്ല. പിന്നെ ഇത് ആരതാണെന്ന് ചോദിച്ചാൽ ഇത് EK വിഭാഗത്തിന്റെ തന്നെ. ഇവിടെ അബു താഹിർ ഫൈസി മാനന്തവാടി എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹം SKSFന്റെ ഒരു പ്രവർത്തകനാണ്. എന്തിനധികം പറയണം, സമസ്ത EK വിഭാഗത്തിന്റെ അവരുടെ 100ാം വാർഷിക പരിപാടിയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അഭിനന്ദനവും അവാർഡൊക്കെ കൊടുത്ത് ആദരിക്കുക കൂടി ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ രീതിയിൽ പോസ്റ്റർ ഇട്ടിട്ടുള്ളത്, അല്ലാതെ AP-കാരാരുമില്ല. അപ്പൊ എന്നിട്ട് AP-കാരെ കുറിച്ച് മൂപ്പര് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ പോസ്റ്റർ കണ്ട ഉടനെ മൂപ്പര് അതിന്റെ താഴെ ഞാൻ കമന്റ് ചെയ്തിട്ട് ഞാൻ നല്ല നിലക്ക് മൂപ്പരോട് ആദ്യം പറഞ്ഞു, ഈ പോസ്റ്റർ ഇട്ട ആള് ഒരു SK വിഭാഗത്തിൽപ്പെട്ട ഒരു ഉസ്താദിന്റെ FB ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എന്തൊക്കെയോ എഴുതിയാലോ. അതിന്റെ നാട്ടിലൊക്കെ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് AP-കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് നോക്കണം നിങ്ങള്. അപ്പോ എന്നിട്ട് ഞാൻ കറക്റ്റ് തെളിവ്, ഇത് ഒരിക്കലും AP വിഭാഗത്തിന്റെ ഇതല്ല. ഈ FB സുന്ന ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു SKSFന്റെ അനുഭാവിയായിട്ടുള്ള ഉസ്താദിന്റെ ആണ് എന്നൊക്കെ എഴുതിയിട്ട് അതിന്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുത്തേക്കും. ആ ലിങ്ക് കയറിയിട്ട് എന്നോട് പറയണേ, ഇതിൽ കൂടുതൽ കാണുന്നത് അടുത്ത കമന്റ്, അതിൽ കൂടുതൽ കാണുന്നത് നിങ്ങൾക്ക് AP വിഭാഗത്തിൻ്റെതാണല്ലോ. ഒരിക്കലും അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഈ ഉസ്താദ് ഷജറ വിഭാഗത്തിന്റെ ആളാണ്. അദ്ദേഹം അവർക്കെതിരെയുള്ള സുഹാബി വിഭാഗത്തിനെതിരെയുള്ള പോസ്റ്ററുകളെ കയ്യിലെടുക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് സത്യത്തിൽ AP വിഭാഗത്തെ തെറ്റിദ്ധരിച്ചതാണ്, അല്ലാണ്ട് AP വിഭാഗമല്ല അവർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഞാൻ അടുത്ത മറുപടി കുറച്ച് പണിയുണ്ടായിരുന്നു കഴിഞ്ഞ് വന്ന അടുത്ത കൂടി മൂപ്പർക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിട്ടുണ്ട് മൂപ്പര്. അപ്പൊ മൂപ്പര് ആരെങ്കിലും കാണുകയാണെങ്കിലോ ഒന്ന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും മൂപ്പര് അവിടെ ഒരു വിഭാഗത്തെ കുറിച്ച് വേണ്ടാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറയാനുള്ളത് ഞങ്ങൾ ആരില്ല. അപ്പൊ അദ്ദേഹത്തെ സുന്നിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ FB നോക്കി EK വിഭാഗത്തിന്റെ മാണിയൂർ ഉസ്താദിന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ തന്നെ ആദ്യം കാണാൻ പറ്റി. അപ്പൊ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല സുഹൃത്തെ. വെറുതെ AP വിഭാഗത്തിന്റെ നെഞ്ഞത്തിക്കോ അവരെ പെരടിക്കോ നിങ്ങൾ കയറരുതെന്ന് പറയാൻ പറ്റും. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, ഇപ്പോഴും ഈ സുന്ന ഡിബേറ്റിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള പോസ്റ്ററായി കിടക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കി എന്നതാണ് ഈ സത്താർ പാലത്തുങ്കര എന്ന് പറഞ്ഞ വ്യക്തിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത് നിങ്ങൾ ആൾക്കാർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, അവരോട് പറഞ്ഞു ഡിലീറ്റ് ചെയ്യാൻ.
നിങ്ങൾക്കുള്ള മറുപടികൾ ആ പോസ്റ്ററിന്റെ താഴെ തന്നെ യഥേഷ്ടം ഉണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഈ AP ഉസ്താദിന്റെ പോസ്റ്റർ കാണുമ്പോൾ മാത്രം ഒരു അസുഖം ഉണ്ടല്ലോ, അത് വേറെ അസുഖം. അത് നിങ്ങളെ ഇന്നത്തെ എഴുത്തിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രതികരിക്കാന്നേ പറയാനുള്ളൂ. ഓക്കെ.